തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണി ആധിപത്യം തുടരുമെന്ന് പി മമ്മിക്കുട്ടി MLA. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളും വാർഡുകളും പിടിച്ചെടുക്കും. ഷൊർണൂർ മണ്ഡലത്തിലെ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇടതുമുന്നണി ഭൂരിപക്ഷം നിലനിർത്തുമെന്നും വിവാദങ്ങളല്ല സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നും MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 2020 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലഭ്യമായതിനേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കും. അന്ന് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. കുറഞ്ഞ സ്ഥാപനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റിയും ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. നിലവിലുണ്ടായിരുന്ന നിലനിർത്തുകയും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നതെന്നർത്ഥം. അതിന് സഹായകരമായ നിലയിലുള്ള വലിയ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, വികസന പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ക്ഷേമ, വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലയിലൊക്കെ നടത്തിയ വലിയ മുന്നേറ്റമുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ് അതിന് സഹായകരമായ രീതിയിലുള്ള വലിയ തോതിലുള്ള ഫണ്ടുകളാണ് സ്ഥാപനങ്ങൾക്ക് നൽകി വന്നിരുന്നത്. ആ അടിസ്ഥാനത്തിലാണ് വലിയ മുന്നേറ്റം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അന്ന് UDF സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വലിയ ഒരു എന്താ പറയുക, ജനങ്ങളുടെ ഒരു ജനകീയ ഉത്സവമാക്കിയിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കണ്ടിട്ടുള്ളത് എന്നർത്ഥം. ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ 20 തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു. 2 മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ 6 പഞ്ചായത്തുകളൊക്കെ. അപ്പോൾ അത് അന്നത്തേക്കാൾ കൂടുതൽ ജനപിന്തുണയോടുകൂടി നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം സംഘടിപ്പിച്ചതെന്നാണ്. ഒരുപാട് വിവാദങ്ങളുടെ സമയത്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ശബരിമല വിവാദം, ഒരു വശത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ വിവാദം. ഈ വിവാദങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് എടുക്കുന്നുണ്ടോ? അല്ല, വിവാദങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ വോട്ടിനെ സ്വാധീനിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ UDFകാർ വിവാദം സംഘടിപ്പിക്കുന്നത്. ആ വിവാദമൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല. വിവാദങ്ങളുടെ വഴിക്ക് പോവുക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറ്റുന്ന ഭരണ സംവിധാനത്തെയും മെമ്പർമാരെയും തിരഞ്ഞെടുക്കാൻ നമ്മളതിൻ്റെ ചുമതല വഹിക്കണം. അത് നമ്മുടെ കടമയാണ്. അതിൽ നിന്ന് വേറിട്ട് പോയാൽ പിന്നീട് അവർക്ക് ഈ അവസരം 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.